ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയുടെ മെമ്പർ ആവുന്ന കാര്യവും ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ഗൈസ്. നിങ്ങളുടെ വലിയ സപ്പോർട്ടാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഒന്ന് ഓർക്കുക ഗൈസ്. മഴയാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയിക്കാം. നമുക്ക് എന്താ ഒരു സഞ്ചാര എഫക്റ്റ് പിടിച്ചാലോ? നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്കര സാറിന്റെയും പിന്നെ നമ്മുടെ യൂട്യൂബർ ഉണ്ട് കാനഡയിൽ നിന്ന് വീഡിയോ ഒക്കെ ചെയ്യുന്ന അലക്സ് എന്നും പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന്റെ അപ്പൊ അവർ രണ്ടുപേരുടെ ഒരു ഇതില് ഞാനൊന്ന് ശ്രമിക്കുവാണ്. അപ്പൊ എല്ലാ സപ്പോർട്ടും കൂടെ ഉണ്ടാവണം. പിടിച്ചിരുന്നു. വീട്ടിലേക്ക് വായിക്കാം. യൂറോപ്പിലെ എല്ലാ സീസണുകളും അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതെ, എല്ലാ ചക്രമുക്രമുള്ള എല്ലാ സീസണുകളും, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആകട്ടെ, ജർമ്മൻ ലീഗ് ആകട്ടെ, ലാലീഗ ആകട്ടെ, ഇറ്റാലിയൻ സീരീ ആകട്ടെ, പിന്നെ ഫ്രഞ്ച് ലീഗ് ആകട്ടെ, ഇതിലെല്ലാം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബാക്കി എല്ലാ ക്ലബുകളും അവരെ കൊണ്ട് പറ്റില്ലേ എന്നും പറഞ്ഞ് അവർ പിൻവാങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇനി അവർ രണ്ടുപേരുമാണുള്ളത്. യൂറോപ്പിന്റെ സീസണ് ഇന്നത്തോടെ തിരശീല വീഴുമെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തി സുഖമായി ഒന്ന് മൂടിപ്പൊതയ്ക്കാമെന്ന് വിചാരിച്ച താരങ്ങളുടെ നടുവിലേക്ക് ഫിഫ ഒരു ഇടുത്തി കൊണ്ടിട്ടിട്ടുണ്ട്. നമുക്കത് സന്തോഷമാണെങ്കിലും അവർക്കത് ഈ പണ്ടാരം ഒന്ന് നിന്നാൽ മതിയായിരുന്നു എന്ന ചിന്തയാണ്. അതെ, വേറൊന്നുമല്ല, വേൾഡ് കപ്പ്, ഫിഫ വേൾഡ് കപ്പ്. എങ്ങനെയെങ്കിലും എള്ളുണ്ടയും ലഡുവും കഴിക്കാമെന്ന് വിചാരിച്ചിരുന്ന താരങ്ങൾ അമേരിക്കയിലേക്ക് പോകേണ്ടി വരുമിനി. ഇന്ന് കലാശക്കൊട്ടാണ് അതിന്റെ തന്നെ. അതും പാരീസ് വമ്പന്മാരാണ് ഒരു ടീം. ആലോചിക്കണം, കഴിഞ്ഞ സീസൺ വരെ വലിയ രീതിയിൽ ഒരു പ്രതീക്ഷകളില്ലാതെ യൂറോപ്പിന്റെ മഹാപോരാട്ടത്തിന് എത്തിയവരായിരുന്നില്ലേ അവർ. എന്നാൽ ഇപ്പോൾ അവർ മാറിയിരിക്കുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ഐഫിൽ ടവറിന്റെ മഹാനിർമ്മിതിയായ ഐഫിൽ ടവറിന്റെ മുകളിലേക്ക് നോക്കിയപ്പോൾ ഞാൻ ഞെട്ടി. പറക്കുന്നത് കാക്കയാണോ തത്തമ്മയാണോ എന്ന് നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിയിരിക്കുന്നു. PSG ആണ് പറന്നു വരുന്നത്. അവർ ഒരു സീസണിൽ കപ്പടിക്കുകയും കഴിഞ്ഞ സീസൺ ഫൈനലിസ്റ്റുകളാവുകയും ചെയ്തു. ഇനി അടുത്ത ടീം മറ്റാരുമല്ല, ഗണ്ണേഴ്സ് എന്ന് വിളിക്കുന്ന, പക്ഷെ ഗൺ കയ്യിലില്ലാത്ത മാഞ്ചസ്റ്റർ സിറ്റിയെ ജിഞ്ചാക്കടി ഈ കപ്പ് ഇങ്ങോട്ട് താടാ എന്നും പറഞ്ഞ് പിടിച്ചെടുത്ത് വരുന്ന ആർസണലാണ്. PSG ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 5 മത്സരങ്ങളിൽ 3 ജയവും 1 സമനിലയും 1 തോൽവിയുമാണ്. ഒരു മികച്ച സ്റ്റാറ്റ്സ് എന്ന് തന്നെ. പക്ഷേ അത് കയ്യിൽ വെക്കി ലൂയിസ് എൻറിക്കെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിൽപ്പുണ്ട്. അതെ, വിക്ടർ യോക്കറസും സംഘവും. അതെ, 5 കളിയിൽ 5ഉം ജയിച്ച് ഈ കപ്പും കൂടി ഇങ്ങ് താടാ നാറികളെ എന്നും പറഞ്ഞാണ് അവരുടെ വരവ്. എന്താവുമെന്ന് കാത്തു തന്നെ ഇരിക്കാം. അതേസമയം 7 മത്സരങ്ങൾ ഇരു ടീമുകളും തമ്മിൽ കളിച്ചപ്പോൾ 2 ജയവും 2 സമനിലയും 2 വിജയങ്ങൾ വീതം ഇരു ടീമുകൾക്കുണ്ട്. 3 സമനിലയാണ് ഇരു ടീമുകൾ തമ്മിൽ കളിച്ചപ്പോൾ 7 മത്സരങ്ങളിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായിരിക്കും സംഭവിക്കുക? ഇന്ന് രാത്രി 9:30 ആരായിരിക്കും അത് ഏറ്റുവാങ്ങുക? ആരായിരിക്കും കഴിവ് കാണിക്കുക? PSG വീണ്ടും ആ കപ്പ് കൊണ്ടുപോകുമോ? കാത്തു തന്നെ ഇരിക്കാം. അപ്പോ വീണ്ടും കാണുന്നത് വരെ സേവ് ടോക്സ് ഫ്രം സെയ്ദലി ഹാരിസ്. ഇഷ്ടപ്പെടുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റു വീഡിയോ വരുന്നവരെ ബൈ.